ഇപ്പൊ അച്ഛൻ്റെ ഈ കാര്യങ്ങളൊക്കെ നോക്കി പഴകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നമുക്ക് അച്ഛൻ്റെ അത്ര ഇൻവോൾവ് ആവണ്ട ഈ പാർട്ടിയിലൊന്നും, നമുക്ക് നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബം അത് നമ്മൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ അച്ഛൻ തളരുന്നത് നിങ്ങൾ മക്കളായിട്ട് കാണുന്നുണ്ട്. അച്ഛൻ എത്ര സഹായിച്ചു, അച്ഛൻ എത്ര പേർക്ക് നല്ലത് ചെയ്തു, എത്ര പൈസ ചെലവഴിച്ചു, ഇത്രയും കഴിഞ്ഞിട്ട് അച്ഛന് റിട്ടേൺ വന്നിട്ട് ഒരു പൊസിഷൻ മാത്രം കൂടി കിട്ടാത്ത വരുമ്പോൾ അച്ഛൻ ഈ ഡിപ്രസ് ആവുന്നത് മക്കളായി നിങ്ങൾ കാണും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ ഇനി നമുക്ക് ഈ വക ഇൻവോൾവ്മെന്റ് ഒന്നും വേണ്ട, വന്നു കഴിഞ്ഞാൽ നമുക്കും ഇത് പ്രശ്നമാവുമെന്ന്? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. കാരണം അച്ഛന്റെ കഷ്ടപ്പാടെന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞ പോലെ ഈ കുടുംബത്തിലെ ഒരു മൂത്ത പുത്രനെ പോലെയാണ് ഈ കോൺഗ്രസിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ ആ പറയുമ്പോ തന്നെ ആ സങ്കടം വരുന്നത് അതുകൊണ്ടാണ്. ഒരു എന്താ പറയാ ടോട്ടൽ ഒരു ജീവിതമേ അതിനെ അർപ്പണിച്ചിരിക്കുകയാണ് കോൺഗ്രസിന് വേണ്ടിട്ട്. അത് പറയുമ്പോ അത് തീർച്ചയായിട്ടും സങ്കടം ഉണ്ടാവും. അപ്പം കൊച്ചിലെ മുതൽ നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ ഇപ്പൊ നമുക്ക് ഒരു 28-29 വയസ്സായി. ഇപ്പം സ്റ്റിൽ ഇതുവരെ അതേ കഷ്ടപ്പാടുകളാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള കഷ്ടപ്പാടത്തിനനുസരിച്ചുള്ള റിസൾട്ട് അച്ഛന് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അത് നമ്മള് കൊച്ചിലെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് അങ്ങ് കയറുകയാണ്. തീർച്ചയായിട്ടും അത് പക്ഷെ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിട്ട് ഉണ്ടായാലും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ നമുക്ക് സൊസൈറ്റിയിൽ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. സാറിന് മൊത്തം എത്ര മക്കളാണ്? എനിക്ക് 4 മക്കള്. മൂത്ത മകൻ ബാംഗ്ലൂരിലാണ്. അവനെ BHM ബാച്ചലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് അതിൽ MBA എടുത്തിട്ട് ഫോർച്യൂൺ ഒരു 5-star ഹോട്ടലിൽ അവന് F&D സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അവൻ്റെ വൈഫ് MSc കമ്പ്യൂട്ടർ സയൻസ്, അവള് ഹൗസ് വൈഫാണ്. 2 പെൺപിള്ളേർ ബാംഗ്ലൂരിൽ. നെക്സ്റ്റ് എൻ്റെ മകളാണ്. പ്രീ ഡിഗ്രി അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരിയിൽ പഠിച്ചാണ്. അതിനുശേഷം ഇവിടെ വന്നിട്ട് സുന്ദർനാർ യൂണിവേഴ്സിറ്റിയിൽ BSc കഴിഞ്ഞു. ഇവിടെ നാഗർകോവിൽ കോളിക്രാസ് കോളേജിൽ കഴിഞ്ഞിട്ട് സുന്ദർനാർ യൂണിവേഴ്സിറ്റി മനാങ്കുണിയാണ്. അതിനുശേഷം മാസ്റ്റർ ഡിഗ്രി ബയോമെഡിക്കൽ ജനറ്റിക്സ്, അത് സൗത്ത് ഇന്ത്യയിൽ 11 സീറ്റേ ഉള്ളൂ. അതിലൊരു സീറ്റ് തമ്പുരാൻ്റെ പുണ്യമുണ്ട്, കോൺഗ്രസിൻ്റെ പുണ്യം കൊണ്ടല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തനം ഒന്നുമല്ല. തമ്പുരാൻ്റെ എൻ്റെ വൈഫ് പ്രാർത്ഥിക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന, എൻ്റെ തമ്പുരാൻ്റെ ഇത് അനുഗ്രഹം കൊണ്ട് എൻ്റെ മകൾക്ക് 11-12 സീറ്റിൽ ഒരു സീറ്റ് കിട്ടി. ബയോമെഡിക്കൽ ജനറ്റിക്സ്, അത് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ IPMS. അതിൽ ബയോമെഡിക്കൽ ജനറ്റിക്സ് കഴിഞ്ഞിട്ട് അവളിവിടെ മലങ്കര കത്തോലിക്ക കോളേജ് കളിയക്കാവളയിൽ MSc ഇൻഡസ്ട്രിയൽ MSc ബയോകെമിസ്ട്രിക്ക് അവൾ MSc ബയോടെക്നോളജി ലെക്ചറായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു അലയൻസ് വന്ന്, എൻ്റെ മരുമോനെ ട്രിവാൻഡ്രമാണ്, അവൻ്റെ നെഗറ്റീവ് പ്ലേസ് പത്തനംതിട്ടയാണ് മരുമോന്, അവരെ ട്രിവാൻഡ്രത്താണ് താമസം. അപ്പോൾ മകൻ മരുമോൻ ഡോക്ടറേറ്റാണ്, ഡോക്ടർ ബിനികെ പുരിപ്പൂർ, PhD എടുത്ത ഡോക്ടറേറ്റ് എടുത്താണ്, സയൻറ്റിസ്റ്റായിട്ട് അമേരിക്കയിലിരിക്കുന്നത്. അപ്പം മകളും അവിടെ ചെന്നിട്ട് ഒരു 3-4 വർഷം വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് അവളും ഇപ്പോൾ സയൻറ്റിസ്റ്റാണ്. ഒരു നല്ല ഒരു കുടുംബമാണ്, ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ഫാമിലിയാണ്. അതാണ് നമ്മൾ അഭിമാനിക്കാം. അത് നല്ലതേ ചെയ്തിട്ടുള്ളൂ. മൂന്നാമത് ഈ മകനാണ്. ഇവനെ BSc ബയോകെമിസ്ട്രിയാണ് കഴിഞ്ഞ. അവൻ ചെറുപ്പത്തിലെ അവൻ ബിസിനസ് അവന് താല്പര്യം. പിന്നെ മാസ്റ്റർ ഡിഗ്രി വന്നപ്പോഴത്തേക്ക് അവൻ MBA HR ആൻഡ് മാർക്കറ്റിങ്ങിൽ അവൻ ഭാരതീയ യൂണിവേഴ്സിറ്റി കോയമ്പത്തൂർ പഠിച്ചു. തീർച്ചയായിട്ടും ദൈവം വന്നിട്ട് നിങ്ങൾ അവിടെ പ്രവർത്തിക്കുമ്പോൾ ദൈവം വീട് നോക്കിക്കോളും. എന്തെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ഇൻവോൾവ്മെന്റ് ആകുമ്പോൾ വേറെ ഒരാൾ ഇൻവോൾവ്മെന്റ് ആവും. തീർച്ചയായും വളരെ നന്നായിരുന്നു സാർ. ഇത്രയും തിരക്കിന്റെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു 1/2 മണിക്കൂർ ഇന്റർവ്യൂ തന്നത് വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും ഇനി ഒരു വലിയ ശരിക്കും സാറിനെ കുറിച്ച് ഒരു വലിയ ഡോക്യുമെന്റ് തന്നെ എടുക്കുക. അത്ര പരിപാടികളുണ്ട് സാറിനെ കുറിച്ച് അറിയാനുള്ളത്. വളരെ നന്ദി സാർ. കേരള വിഷനോട് എനിക്ക് അതീതമായിട്ടുള്ള കടപ്പാട് അതിൻ്റെ പ്രവർത്തകരോടും കേരള വിഷനോടും അതിൻ്റെ സ്ഥാപനത്തിനോടും എല്ലാ സുഹൃത്തുക്കളോടും എൻ്റെയും എൻ്റെ CIG കൺസെഷൻ്റെയും എൻ്റെ ഭാര്യയുടെയും എൻ്റെ മകൻ്റെയും മരുമകളുടെയും എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഇത്രയേറെ ഉള്ളു. പക്ഷേ എൻ്റെ മക്കൾ മൊത്തം എൻ്റെ പിള്ളേരുടെയും അതീതമായിട്ടുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. സോ വ്യൂവേഴ്സ്, ഇന്നത്തെ ഇന്റർവ്യൂ, ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. CA ജോർജ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു പാർട്ടിയിലെ ഒരു വ്യക്തിയുടെ സങ്കടം മാത്രമല്ല, അദ്ദേഹം ഒരു ബിസിനസ്മാനായിട്ട് അവർ കഷ്ടപ്പെട്ട ഫാമിലിയിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്ത്, ഫാമിലിക്ക് അദ്ദേഹത്തിൻ്റെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാണ്ട് പാർട്ടിക്കായി സ്പെൻഡ് ചെയ്ത് ഇന്ന് അദ്ദേഹം ഈ ഫീൽഡിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഫ്യൂച്ചറിൽ നല്ലൊരു പൊസിഷൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഐ എം ജസ്റ്റ് കൺക്ലൂഡിംഗ് ദിസ് എപ്പിസോഡ് ഹിയർ. I'll meet you all in the next fantastic episode. Until then, it's me, Smitha, signing off, saying bye-bye.